പുറത്താക്കിയത്. കുട്ടികൾ മിണ്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോ ഒടുവിൽ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടുപിടിച്ചതിനാണ്, മദ്യം കഴിച്ചതിനാണ് ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത്, ഇതേതെങ്കിലും ആഫ്രിക്കൻ കൺട്രികളുടെ കഥകളല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാടുകളിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ എന്റെ മകൻ ഒരിക്കലും കണ്ണിന് അടിമപ്പെടില്ല, എന്റെ മകൻ ഒരിക്കലും കഞ്ചാവ് വലിക്കില്ല എന്നതിന് ഒരിക്കലും ആസ്വദിക്കാൻ നമുക്ക് ഉറപ്പുകളില്ല. മറിച്ച് ഈ കുട്ടികളോട് വീണ്ടും രക്ഷിതാക്കൾ ചോദിച്ചു, മക്കളെ ഈ ശീലം തുടങ്ങിയിട്ട് കാലമെത്രയായി? കുട്ടികൾ പറഞ്ഞു, 3 മാസമായി ഞങ്ങൾ മദ്യം കഴിക്കുന്നത്. വീണ്ടും അത്ഭുതത്തോടുകൂടെ അധ്യാപകർ ചോദിച്ചു, മക്കളെ എവിടെ നിന്നാണ് മദ്യം ലഭിക്കുന്നത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത്? ആ സമയത്തല്ല നല്ലവരായ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടതുണ്ട്. ആ കുട്ടികൾ പറഞ്ഞത്, എന്റെ അച്ഛൻ, എന്റെ ഉപ്പ എനിക്ക് ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ എന്റെ കയ്യിലേക്ക് 50 രൂപ തരാറുണ്ട്. ഈ 50 രൂപ എന്റെ ഉപ്പയ്ക്ക് തരാറുണ്ട്. ഞങ്ങൾ 6 പേരും ചേർന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഈ പൈസകൾ ഷെയർ ചെയ്തിട്ട് ഞങ്ങളുടെ ക്യാമ്പസിന്റെ പുറത്ത്, ഞങ്ങളുടെ കലാലയത്തിന്റെ പുറത്ത് ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിൽ പോയി നോക്കിയാൽ മിഠായി പൊതികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ആ മിഠായി കടയിൽ ഒരു ചേട്ടനുണ്ട്, ഒരു ഇച്ചയുണ്ട്. ആ ഇച്ചയുടെ കയ്യില് 189 രൂപ കൊടുത്താൽ ഞങ്ങളുടെ കയ്യിലേക്ക് ആ ചേട്ടൻ തിരിച്ചു തരുന്നത് സുന്ദരമായ ഒരു പൊതിയാണ്. കവർ ചെയ്ത സുന്ദരമായ പൊതിയാണ് ഞങ്ങളുടെ കൈകളിലേക്ക് തരുന്നത്. ഇത് ഞങ്ങൾക്ക് ധൈര്യത്തോടുകൂടെ വാങ്ങാം, കാരണം ഇതൊരിക്കലും മത്സ്യമാണെന്ന് ആരെയും സംശയിപ്പിക്കപ്പെടുകയില്ല. ഇത് സുന്ദരമായ കളറുകളിൽ പൊതിഞ്ഞ മുട്ടായികളാണ് എന്നാണ് ആർക്കും തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടുകൂടെ വാങ്ങുന്നു, ഞങ്ങളുടെ ബാഗിൽ ഇടുന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. ക്ലാസ്സിൽ 11 മണി സമയത്ത്, ഇന്റർവെല്ലിന്റെ സമയത്ത്, മൂത്രിക്കുവാനും വെള്ളം കുടിക്കുവാനും അനുവദിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങൾ നേരെ ബാത്റൂമിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് 6 പേരും ഷെയർ ചെയ്തിട്ട് കുളിച്ചിട്ട് 3 മാസക്കാലമായി അവശേഷിക്കുന്ന 5 പീരീഡുകളിൽ ക്ലാസ്സിൽ ഞങ്ങൾ ഇരിക്കാറിയെന്ന് ആ കുട്ടികൾ രക്ഷിതാക്കളുടെ മുമ്പിൽ അധ്യാപകരോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കള് നാം കൊടുക്കുന്ന നാണയത്തുട്ടുകള് 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും നമുക്ക് വലിയൊരു ബാധ്യതയുണ്ട്. മക്കൾ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ആ പ്രിയപ്പെട്ട കുട്ടിയോട് ചോദിക്കണം, മോനെ ഇന്ന് നിനക്ക് ഞാൻ തന്ന 10 രൂപ അതെവിടെയാ? കുട്ടി കൃത്യമായും ഓരോ രൂപകളും എണ്ണി തിട്ടപ്പെടുത്തുന്നത് വരെ ചോദ്യം ആവർത്തിക്കപ്പെടണം. ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കള് നാളെ വലിയ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും അടിമകളായി, അത് വിൽപ്പന നടത്തുന്നവരായി മാറുന്ന സാഹചര്യം വിദൂരമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്നത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്. 1ാം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥി അവൻ അരിഫുബാഹ് പഠിച്ചിട്ടില്ല, ABCD പഠിച്ചിട്ടില്ല. പക്ഷേ അതൊന്നും പഠിക്കാത്ത ഈ സ്കൂളിൽ ആദ്യ ദിവസം എത്തിയ കുട്ടിയുടെ കയ്യിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ കൊടുത്തു നോക്കോ. ആ ഫോണിന് അവൻ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ അവനെ കഴിയുന്നില്ലേ, സിനിമ അടിച്ചു കൊടുക്കാൻ അവനെ കഴിയുന്നില്ലേ, സീരിയലുകൾ യൂട്യൂബിലൂടെ നോക്കാൻ ആ കുട്ടിക്ക് അറിയുന്നില്ലേ? അറിയുന്നില്ല എന്ന് പറയാൻ എന്റെ രക്ഷിതാക്കൾക്ക് ധൈര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട, ഇത്രയും ഒരു മോശമായ സാഹചര്യത്തിൽ നമ്മുടെ മക്കള് അവർ കാർത്തിക വഴിയിലൂടെ കടന്നു ചെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകളും സഹാബത്തും സജ്ജനരായ താബിഈകളും താബിഈകളും പഠിപ്പിച്ച സുന്ദരമായ ഇസ്ലാമിക ആദർശത്തോടുകൂടി മുന്നോട്ട് പോകുന്നതോടൊപ്പം ഈ രാജ്യം വിദ്യാരാജ്യമാണ്. ഈ രാജ്യത്തിന് തീവ്രവാദിയാകേണ്ടവനല്ല, മറ്റു മതവിശ്വാസികളെ എതിർക്കേണ്ടവനല്ല. ഈ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരോടും ഞാൻ നല്ല സൗഹൃദത്തോടുകൂടെ ജീവിക്കേണ്ടവനാണ് എന്ന നല്ല ധർമ്മബോധത്തോടുകൂടെ മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ഇന്നത്തെ ചെറുപ്പക്കാരെ നമുക്കറിയാമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും തീവ്രവാദി സംഘടനകൾ നമ്മുടെ നാടുകളെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അവരതാ പലപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അപലപിക്കേണ്ടത് തന്നെയാണ്. ഞാനത് അനുകൂലിക്കുകയല്ല. പക്ഷേ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് വാളെടുത്തിറങ്ങാം, നാം രംഗപ്രവേശനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ ഹൃദയത്തിലേക്ക് തീവ്രവാദത്തിന്റെ ചിന്തകൾ ഇട്ടുകൊടുത്തുകൊണ്ട് പലപ്പോഴും മുത്തനബിയും സ്വഹാബത്തും പഠിപ്പിച്ച ഇസ്ലാമിന് അന്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ കാണാം. ഇന്ന് ലോകത്ത് 202 രാജ്യങ്ങളുണ്ട്. 202 രാജ്യങ്ങളിലും മുത്തനബിയുടെ പേരുൾക്കൊള്ളുന്ന വാക്കുകൾ വിളിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. ലോകത്തെ 737 കോടികൾ ജനങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്.
എടുത്തുകൊണ്ട് അതിൽ വലിയൊരു ശതമാനം 24.57% മുസ്ലിമീങ്ങളാണെന്ന് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും അധികം മുസ്ലിമീങ്ങളാണ് എങ്കിലും ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മതമാണ് ഇസ്ലാമെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെയാണ്. എന്തുകൊണ്ട്? ഇന്നൊരു പറ്റം സമൂഹം IS എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശങ്ങളെ കാറ്റിൽ പരത്തിക്കൊണ്ട് ഇന്നൊരു വിഭാഗം ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കേണ്ടതുണ്ട്, നാം ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളാണ് ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും വീഡിയോകളിലൂടെ കാണുന്നവരായിരിക്കാം, ചിലപ്പോൾ ഫോട്ടോകൾ കാണുന്നവരായിരിക്കാം. ഏതെങ്കിലും മതവിശ്വാസികളായ ആളുകളെ പിടിച്ചിട്ട് പലപ്പോഴും അവരെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കഴുത്തിലേക്ക് കടാരി വലവെച്ചിട്ട് അത് കരാരി വെച്ചിട്ട് മുറിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ഉച്ചത്തിൽ ഘോഷിച്ചിട്ട് ഇതാണ് ഇസ്ലാം എന്ന് ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ലോകത്ത് ഇസ്ലാമിനെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരിക്കലും ഈ തരത്തിൽ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല, ഈ തരത്തിൽ തീവ്രവാദി ചിന്തകൾ മുത്തുനബി കാണിച്ചു തന്നിട്ടില്ല. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 53ാമത്തെ വയസ്സിൽ പവിത്രമായ മക്കയിൽ നിന്ന് ഇവിടെ ഒരിക്കലും ജീവിക്കാൻ പര്യാപ്തമല്ലെന്ന് കണ്ട മുത്തുനബി ഒടുവിൽ മദീനയിലേക്ക് പാലായനം ചെയ്തു. മദീനയിലെത്തി 53ാമത്തെ വയസ്സ് മുതൽ മുത്തുനബി മദീനയിൽ ജീവിക്കുമ്പോ മുത്തുനബിയുടെ ചിന്ത പവിത്രമായ മക്ക, ഞാൻ ജനിച്ചു വീണ പവിത്രമായ മക്ക, ആ മക്കയിലേക്ക് എനിക്ക് തിരിച്ചു ചെല്ലണം. മക്കയിലേക്ക് തിരിച്ചു ചെല്ലണമെങ്കിൽ മക്കക്കാരനെ സ്വീകരിക്കണം. ആ രീതിയിൽ മക്ക പൂർണ്ണമായും ഇസ്ലാമിലേക്ക് അധീനപ്പെടണം എന്ന ചിന്താഗതി മുത്തുനബിക്ക് കടന്നു വരികയും അതിനുള്ള പ്രവർത്തനങ്ങൾ പവിത്രമായ മദീനയിൽ നിന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒടുവിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയാണ്. പൂർണ്ണമായും പവിത്രമായ മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെട്ടു. പൂർണ്ണമായും മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെട്ടു. മുത്തുനബി 63ാമത്തെ വയസ്സിൽ വഫാത്താകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും മക്ക മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെട്ടപ്പോ ഹബീബ് പവിത്രമായ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വരുന്നു. മക്കയിലെത്തി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോൾ ഇതെന്റെ രാജ്യമാണ്, മുസ്ലിം രാജ്യമാണ്. പക്ഷേ ഇവിടെ ഏതാനും ശത്രുക്കൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ആ ശത്രുക്കളെ പിടികൂടി, ഇസ്ലാമിന്റെ ശത്രുക്കളെ പിടികൂടി. ഈ ശത്രുക്കൾ ആരാണെന്നറിയോ? നേരത്തെ മുത്തുനബിയെ കല്ലെറിഞ്ഞവരാണ്, മുത്തുനബിയെ പരിഹസിച്ചവരാണ്, മുത്തുനബിയുടെയും അനുചരന്മാരുടെയും മുതലുകൾ കൊള്ളയടിച്ചവരാണ്. ഈ പവിത്രമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യാൻ കാരണക്കാരായവരാണ്. പക്ഷേ അവരെ പിടികൂടി. മുത്തുനബിക്ക് IS ചെയ്യുന്നത് പോലെ, തീവ്രവാദി ചിന്തകളുള്ള മറ്റു പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് ധൈര്യം നഷ്ടപ്പെട്ടു പോയപ്പോ ചാവേറുകളായി പൊട്ടിത്തെറിച്ച് അവിടെ ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിടികൂടി. മുത്തുനബിക്ക് അവർ അറുക്കൊല ചെയ്യാൻ ആയുധബലം മുത്തുനബിക്കുണ്ട്, ജനപിന്തുണ മുത്തുനബിക്കുണ്ട്, അധികാരബലമുണ്ട്. പക്ഷെ അവരെ കശാപ്പ് ചെയ്തില്ല, ഹബീബ് അവരെ തലവെട്ടിയില്ല. എന്ന് മാത്രമല്ല, മുത്തുനബിക്ക് അവരെ ജയിലിലടക്കാനുള്ള അധികാരമുണ്ട്. മുത്തുനബി അവരെ ജയിലിലടച്ചില്ല. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവരെ അടിമകളായി ചിത്രീകരിച്ച് അടിമ വേല ചെയ്യിപ്പിക്കുക. പക്ഷേ അതൊന്നും മുത്തുനബി ചെയ്തില്ല. മുത്തുനബി പറഞ്ഞു, ഇദ്ഹബൂ ഇദ്ഹബൂ അൻതും തുല്ലാഹ് അൻതും തുലല്ലാഹ്. ഓ ശത്രുക്കളെ, പോയിക്കോളി, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്, നിങ്ങൾ മോചിതരാണ്, നിങ്ങളെ ഞാനൊന്നും ചെയ്യുന്നില്ല. എത്ര സമാധാനത്തിന്റെ സൗഹൃദത്തിന്റെ സന്ദേശമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 21ാം നൂറ്റാണ്ടിൽ നേരത്തെ സൂചിപ്പിച്ചു വളരെ മലീമശമായ രീതിയിലാണ് സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വ്യക്തമായ കാരണങ്ങൾ ധാർമ്മികമായ ബോധമില്ലായ്മയാണ്. അത് മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ഏത് മതവിശ്വാസിയാണെങ്കിലും അവനവന്റെ മതമനുസരിച്ച് ജീവിച്ച് അവൻ ഉന്നത ബൗദ്ധിക തലങ്ങളിലേക്ക് എത്തുകയാണ് എങ്കിൽ ഇവിടെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുകയില്ല. ധാർമ്മികതയിൽ നിന്ന് അകത്തു പോകുമ്പോഴാണ് ഞാൻ നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തുപോകുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, ആ താനയിൽ ഒരു 27കാരനായ അൻവറിന്റെ ചരിത്രം നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചവരാണ്. അൻവർ എന്ന് പറയുന്ന 37കാരനായ വിദ്യാസമ്പന്നനായ
ചാർട്ടേഡ് അക്കൗണ്ടറാണ് അൻവർ. ആ അൻവർ ഒരു ദിവസം രാത്രി തന്റെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കുകയാണ്. രാത്രി തന്റെ വീട്ടിൽ സൽക്കാരമുണ്ടാക്കുന്നു. സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുന്നത് തന്റെ കുടുംബാംഗങ്ങളെയാണ്. കുടുംബാംഗങ്ങളെ മുഴുവനും സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി അൻവർ തന്റെ വീട്ടിലെ സൽക്കാരങ്ങളെല്ലാം ഒരുക്കി കുടുംബാംഗങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി അൻവറിന്റെ വീട്ടിലേക്ക് എത്തിയ കുടുംബാംഗങ്ങള് ഭക്ഷണം കഴിച്ചു. അവരെല്ലാ രീതിയിലും തമാശകൾ പറഞ്ഞു. കഴിഞ്ഞകാല ചരിത്രങ്ങൾ അയവിറക്കി. അർദ്ധരാത്രിയോടുകൂടെ അൻവറിന്റെ വീട്ടിലെല്ലാവരും കിടന്നുറങ്ങി. എല്ലാവരും കിടന്നുറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ വീട്ടുകാരനായ അൻവർ, ചാർട്ടേഡ് അക്കൗണ്ടറായ അൻവർ, താൻ നേരത്തെ കരുതി വെച്ചിരുന്ന കഠാരി എടുത്തിട്ട് നേരെ ചെല്ലുന്നത് ഇന്നലെ വരെ തന്നോടൊപ്പം കിടക്ക പങ്കിട്ട തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി തന്റെ ഭാര്യയുടെ സമീപത്ത് ചെന്നിട്ട് ആ ഭാര്യയുടെ കിടപ്പ് നിഷ്ഠൂരമായി അറുത്തുമാറ്റി. പിന്നെ അതിനുശേഷം അവന്റെ ദാഹം തീരാതെ ആ ഭാര്യയുടെ സമീപത്ത് കിടന്നിരുന്ന തന്റെ രക്തത്തിൽ പിറന്ന തന്റെ ചെറിയ രണ്ട് പൊന്നുമക്കള് ആ പിച്ചോമലകളെ അറച്ചു മാറ്റി വീണ്ടും അവന്റെ ദാഹം തീരാതെ തൊട്ടപ്പുറത്ത് റൂമിൽ കിടന്നുറങ്ങുന്ന വിരുന്നുകാരായി വീട്ടിലെത്തിയ തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിഷ്ഠൂരമായി കൊല ചെയ്ത് അവരോടൊപ്പം അതാ കുടുംബത്തിന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി വന്ന അവരുടെ പിഞ്ചോമന മക്കള് അക്കൂട്ടത്തിൽ 3 മാസം മാത്രം പ്രായം ചെന്ന് ചോരക്കുഞ്ഞ് ആ കുഞ്ഞിനെ അടക്കം 13 പേരെ നിഷ്ഠൂരമായി കൊല ചെയ്ത അൻവർ 14ാമനായി തന്റെ കടുപ്പിലേക്ക് കയറി കുറുക്കിയിട്ട് ഈ ലോകത്തോട് വിടചൊല്ലിയ ദാരുണമായ വാർത്ത നാം കേട്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്താണ് ഇസ്ലാമിന്റെ വിധി? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഒരിക്കലും നാശത്തിലേക്ക് വലിച്ചിടരുത്. നരകമാണ് വലിക്ക് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആത്മഹത്യ മുസ്ലിമിന് ഒരിക്കലും ആത്മഹത്യ അവർക്ക് ഭൂഷണമല്ല. പക്ഷേ എന്തുകൊണ്ട് അൻവർ ഈ കൃത്യത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ധാർമ്മികമായ അറിവില്ലായ്മയാണ്. കേവലം ഭൗതിക മേഖലകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു, ഇവിടെയാണ് നാം തിരുത്തപ്പെടേണ്ടത്. ഇവിടെയാണ് SSF തിരുത്തുന്നത്. SSF ഭൗതിക മേഖലകളിലും ധാർമ്മിക മേഖലകളിലും വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം കേരളത്തിന്റെ 2 ദിക്കുകളിലായി സിവിൽ സർവീസ് അക്കാദമികൾ നടത്തുകയാണ്. ഈ സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന SSFന്റെ ഉത്ഭുതരായ പ്രിയപ്പെട്ട കൂട്ടുകാര് അവർ ഇൻഷാ അല്ലാഹ് അന്നതിന് ദൂരമല്ലാത്ത ഭാവിയിൽ ഏറ്റവും വലിയ ഉദ്യോഗവൃദ്ധങ്ങളാകുന്ന IAS-കാരും IPS-കാരുമായി പുറത്തു വരുന്നതോടൊപ്പം പരിശുദ്ധ ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും പഠിച്ച ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹമായി പുറത്തു വരികയാണ്. ഈ രീതിയിൽ SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം ഭൗതിക മേഖലയിൽ വലിയ ഊന്നലുകൾ നൽകുന്നുണ്ട് എങ്കിലും അതോടൊപ്പം തന്നെ ധാർമ്മികത കുത്തിവെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ SSF പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് SSF ഓരോ വർഷവും ഇതുപോലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുകയും മുത്തഅല്ലിമീങ്ങൾക്ക് വർഷാവർഷം സ്കോളർഷിപ്പുകൾ നൽകി പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കണം, മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് ഇവിടെ ഉണ്ടാകണമെന്ന് കരുതി മതവും ഭൗതികവും പഠിക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ച് ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് 44 വർഷങ്ങളായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നല്ലവരായ വിശ്വാസികളോട്, നിങ്ങളുടെ മക്കള് തീർച്ചയായും നമുക്ക് ഈ ലോകത്തോട് ഭരിക്കേണ്ടതുണ്ട്. മരണശേഷമാണ് നമ്മുടെ ശാശ്വതമായ ജീവിതം. ആ ശാശ്വതമായ ജീവിതത്തിലേക്ക് വിജയിക്കാൻ നിധാനമായ വല്ലതും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പു പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാരത്രികമായ ലോകത്തെ വിജയത്തിന്റെ നിതാന്തമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായും നമ്മുടെ പിൻതലമുറ, ഞാനതാ എന്റെ പ്രിയപ്പെട്ട മകന്, അല്ലെങ്കിൽ ഞാൻ SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനമാണ്, അതല്ലെങ്കിൽ സുന്നി വിഭജന സംഘം എന്ന് പറയുന്ന SYS കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരായി നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും നാം ഭരിച്ചു കഴിഞ്ഞാൽ ആ മരണശേഷം നമുക്ക് പ്രാർത്ഥിക്കുവാൻ, നമുക്ക് തഹ്ലീലുകൾ ചൊല്ലാൻ, നമുക്ക് ഖുർആൻ ഓതാൻ ലക്ഷക്കണക്കിന് ഉത്ബുദ്ധരായ SSFന്റെയും SYSന്റെയും രാജ്യത്തിന്റെ ദിക്കുകളിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ സന്നദ്ധരാകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കുന്നു, SSFന്റെ ഈ വേദിയാകുമ്പോ തീർച്ചയായും പറയാതിരിക്കാൻ കഴിയില്ല.
ഈ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനത്തിനെ ഇത്രയും വലിയ പടുവൃക്ഷമായി വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു വെള്ളിയുടെ മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന മഹാന്. ആ മഹാനുഭാവൻ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. ഇന്ന് ജന്നത്തുൽ ബഖയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഈ പ്രസ്ഥാനത്തെ ഇത്രയും വലിയ പടുവൃക്ഷമാക്കി മാറ്റിയ ഓ ഖാലിദ് സാർ, എന്റെ പ്രിയപ്പെട്ടവരായ 1995 ഈ ലോകത്തോട് വിട ചൊല്ലി 21 വർഷങ്ങൾ പിന്നിട്ട ഈ സാഹചര്യത്തിലും ഓ ഖാലിദ് സാറിനെ ഓർക്കാത്ത സസഫിന്റെ വേദികളില്ല. ഓ ഖാലിദ് സാർ വലിയ പണ്ഡിതനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കേവലം ഒരു ഭൗതിക അധ്യാപകനാകുന്നതോടൊപ്പം തന്റെ മുഴുവൻ സമയങ്ങളും ഈ വിദ്യാർത്ഥി വിപ്ലവസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നത് ധാർമ്മികതയാണ്. അതുകൊണ്ട് മുത്തുനബി പഠിപ്പിച്ച ദീനാണിത് വലുത് എന്ന് കരുതി ഇതിന്റെ പ്രവർത്തന ഗോതയിലേക്ക് ഏത് സമയം ഇറങ്ങിയ മഹാനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഇങ്ങനെ ഈ എസ്എസ്എഫിനെ പറയുമ്പോൾ അഭിമാനത്തോടുകൂടെ എസ്എസ്എഫിലേക്ക് പറയാൻ കഴിയുന്ന ഒരു മുഖപത്രമുണ്ട്, റിസാല. റിസാല എന്ന് പറയുന്നത് എസ്എസ്എഫിന്റെ മുഖപത്രമാണ്. ഈ റിസാല ഒരു കാലഘട്ടത്ത് മാസികയായിട്ടാണ് പുറത്തിറങ്ങിയിരുന്നത്. പിന്നീട് മാസികയായി പുറത്തിറങ്ങുന്ന സാഹചര്യം പോലും ഇല്ലാത്ത ഒരു മീറ്റിംഗില് അബ്ദുൾ റസാഖ് കൊച്ചി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. മാസികയായി പുറത്തിറങ്ങുന്ന ഈ റിസാലയെ ഒരിക്കലും നിർത്തുന്നതിന് പകരം വാരികയായിട്ട് ഓരോ ആഴ്ചയും കേരളീയ ജനതയുടെ ഇടയിലേക്ക് ഈ പത്രത്തെ നമുക്ക് കൊടുക്കാൻ കഴിയണം. ഒരാഴ്ചയും റിസാല പുറത്തിറങ്ങണം. അതുകൊണ്ട് വാരികയാക്കി മാറ്റണം. അതിന് വേണ്ടി എന്ത് വേണോ അതിനെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഈ റിസാലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ച അബ്ദുൾ റസാഖ് കൊച്ചി എന്ന് ഞങ്ങളോടൊപ്പമില്ലേ. അല്ലാഹുവേ ദർജ ഉയർത്തി കൊടുക്കണം. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ എസ്എസ്എഫിനെ പറയുമ്പോൾ ഈ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനത്തിന് ഇത്രയും വലിയൊരു പർവ്വതം പോലെ വലിയൊരു ഉന്നതിയിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഇസുദ്ദീൻ സഖാഫി ഉസ്താദ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. കുടുംബത്തിന് സമാധാനം നൽകട്ടെ. ഇങ്ങനെ ജില്ലയിലും സ്റ്റേറ്റിലും ഡിവിഷനിലും സെക്ടറിലും യൂണിറ്റുകളിലും നേതൃത്വം നൽകിയ പ്രവർത്തിച്ച ഒരുപാട് കൂട്ടുകാർ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അല്ലാഹുവേ അവർക്കൊക്കെയും ഈ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നല്ലവരായ വിശ്വാസികളോട് നിങ്ങൾ എസ്എസ്എഫിന്റെ അണികളാകുക. എസ്എസ്എഫിന്റെ കാലമാണ് എങ്കിൽ, നിങ്ങൾ എസ്എസ്എഫിന്റെ പ്രായച്ചിലാണെങ്കിൽ നിങ്ങൾ എസ്എസ്എഫിന്റെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ എസ്എസ്എഫിലൂടെ കൊണ്ടുവന്ന് പിന്നീട് എസ്എസിലൂടെയും കേരള മുസ്ലിം ജമാഅത്തിലൂടെയും പ്രവർത്തിപ്പിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്തിക്കുക. അർഹമർഹിമീനായ അല്ലാഹു ഇന്നും എല്ലാവരും ഈമാനോടുകൂടെ മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർഹിമീനായ അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും അതിന്റെ സ്വാധീനങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെ ഈ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടത്തെ സ്വർഗ്ഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന എല്ലാ ആളുകൾക്കും നീ നിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ഹബീബായ മുത്തനബിയുടെ റൗള കാണിക്കണം റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവരും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗീയ ലോകത്ത് സന്തോഷത്തോടുകൂടെ ജീവിതം പങ്കിടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവരും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.